പ്രിയ വിദ്യാർത്ഥികളെ, സ്റ്റഡി മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 9ാം സ്റ്റാൻഡേർഡിലെ പുൽ ബെനീത്തി മാം എന്ന കവിതയുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യവും ഉത്തരവുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാഠ്യപുസ്തകത്തെ പ്രശ്ന ഔർ ഉത്തർ. ഒന്നാമത്തെ ചോദ്യം, പുൽ ബെനീത്തി മാം സേ ക്യാ താൽപര്യ ഹേ? പുൽ ബെനീത്തി മാം സേ ക്യാ താൽപര്യ ഹേ? പാലമായിരുന്നു അമ്മ, ഇതിൻ്റെ അർത്ഥമെന്താണ്? ഇതിലൂടെ കവി അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ്. ആൻസർ, നദി കെ ഊപ്പർ കാ പുൽ दोनों किनारों को जोड़ने वाला है. इसी प्रकार माम बच्चों को जोड़ने वाला पुल बनी थी. बच्चों के बीच प्यार, करुणा और भाईचारा बढ़ाकर और सभी खतरों से बचाकर माम उन्हें पालती थी. എന്താണ് ഇതിൻ്റെ അർത്ഥം? നദിയുടെ മുകളിലെ പാലം രണ്ടു കരകൾ തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. അതുപോലെ അമ്മ കുട്ടികളെ യോജിപ്പിക്കുന്ന പാലമായിരുന്നു. കുട്ടികൾക്കിടയിൽ സ്നേഹം, കരുണ, സാഹോദര്യം എന്നിവ വളർത്തിയും എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചും അമ്മ അവരെ വളർത്തിയിരുന്നു. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി എന്താണ് രണ്ടാമത്തെ ചോദ്യം? ബുഡ്ഢാ രഹി ഹേ മാം, ഇസ്കാ ആശയ് ക്യാ ഹേ? അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു, ഇതിൻ്റെ ആശയം എന്താണ്? അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ ആശയം എന്താണ് എന്നാണ് കവി ചോദിക്കുന്നത്. മാം അപ്നെ ബച്ചോं के बीच पुल थी. प्यार और सहानुभूति से भरा पुल, लेकिन धीरे धीरे माम दुबली बन गई और आवाज़ भी दुर्बल हो गई. अब बच्चों को संभालने की शक्ति उनमें नहीं है. എന്താണ്? അമ്മ തൻ്റെ കുട്ടികളുടെ ഇടയിൽ പാലമായിരുന്നു, സ്നേഹവും കരുണയും കൊണ്ട് നിറഞ്ഞ പാലം. പക്ഷേ പതിയെ പതിയെ അമ്മ ക്ഷീണിതയായി കഴിഞ്ഞിരുന്നു, ശബ്ദവും ദുർബലമായി. ഇപ്പോൾ മക്കളെ സംരക്ഷിക്കാനുള്ള ശക്തി അവർക്കില്ല. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? മാം ആഖിർ മാം ഹി തോ ഹേ, ഇസ്സേ അപ്നെ ക്യാ സമझा? ഇതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അമ്മ അമ്മ തന്നെയാണല്ലോ, ഇതിൽ നിന്ന് നിങ്ങൾ എന്തു മനസ്സിലാക്കി എന്നാണ് ചോദ്യം. മാം കാ മൻ ഹമേശ അപ്നെ ബച്ചോं की भलाई चाहता है. माम कभी भी अपने बच्चों को मुसीबत में डालना नहीं चाहती. अपने बच्चों की तकलीफ समझकर उन्हें दूर करने के बारे में माम सोचती है. അതിൻ്റെ മലയാളം എന്താണ്? അമ്മയുടെ മനസ്സ് എപ്പോഴും തൻ്റെ മക്കളുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. മക്കളെ വിഷമിപ്പിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മക്കളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് അമ്മ ചിന്തിക്കുന്നു. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ലിഖേ, എഴുതാൻ. നിമ്നലിഖിത് ആശയ് കവിത കിൻ കിൻ പങ്ക്തിയോ മേം ഹേ. കവി ഒരു ആശയം തന്നിട്ട് കവിതയിലെ ഏത് വരികളിലാണ് അത് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. കവി ഒരു ആശയം തന്നിട്ട് കവിതയിലെ ഏത് വരികളിലാണ് അത് വരുന്നത് എന്ന് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ബേട്ടോं का जीवन बोरकटोक चलती गाड़ी के समान रहा. बेटों का जीवन बोरकटोक चलती गाड़ी के समान रहा.
ഏത് വരികളിലാണ് വരുന്നത്? നിങ്ങൾ ടെക്സ്റ്റിൽ കാണാം. ജിസ്മേം ആയേ ദിൻ ദൗഡ്തി രഹത്തി തി ബേദഡ് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോങ്കി ചുക് 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 ചക് ചക്. ഈ വരികളാണ്. ഇനി അടുത്തത്, മാം കി ദേഖ് ഭാൽ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി. മാം കി ദേഖ് ഭാൽ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി. അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം കുട്ടികളുടെ ചുമലിലായി. ഏത് വരികളിലാണ്? ആത്തോം ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്തോം മേ ആ ഗയി. ആത്തോം ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരെ കന്തോം മേ ആ ഗയി. ഇനി അടുത്തത്, ബേട്ടെ അപ്പിനെ ദ്വായിത്ത് ബദൽത്തെ രഹേ. ബേട്ടെ അപ്പിനെ ദ്വായിത്ത് ബദൽത്തെ രഹേ. ഏത് വരികളിലാണ് ഈ ആശയം വരുന്നത്? ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ അപ്പിനെ കന്തേ. ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ അപ്പിനെ കന്തേ. ഇനി അടുത്ത ആശയം എന്താണ്? മാം കെ ചലേ ജാനേ സെ ബേട്ടെ ബേസ്ഹാരെ ബനെ. മാം കെ ചലേ ജാനേ സെ ബേട്ടെ ബേസ്ഹാരെ ബനെ. ഏത് വരികളാണത്? ഹമാരെ കന്തോം സെ ഉദർ ഗയി മാം ഔർ മാം കെ കന്തോം സെ ഉദർത്തെ ഹി ഉദർ ഗയി ഹമാരെ കന്തേ. ഇനി ഒരു ടിപ്പണിയാണ്. കവിത കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖെ. കവിത പരിചയപ്പെടുത്തിക്കൊണ്ട് കുറിപ്പെഴുതാനാണ് നമ്മളോട് പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? അമ്മയുടെ ജീവിതത്തെക്കുറിച്ച്. മാം കാ ജീവൻ. നോക്കാം. പുൽ ബനി തി മാം ഹിന്ദി കെ പ്രമുഖ കവി നരേന്ദ്ര പുണ്ഡിറ്റ് की एक സുന്ദർ കവിത ഹേ. പുൽ ബനി തി മാം എന്ന ഹിന്ദി കവിത ഒരു പ്രമുഖ കവിയായ നരേന്ദ്ര പൊണ്ഡ്രിക്കിൻ്റെ ഒരു സുന്ദരമായ കവിതയാണ്. ഇസ്മേ കവി മാം കെ ജീവൻ കെ ബാരെ മേ ബതാത്തെ ഹേ. ഇതിൽ കവി അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. കവി കഹ്ത്തെ ഹെ കി മാം ബച്ചോं के बीच प्यार के रिश्ते जोड़ने का पुल बनी थी. എന്താണ് കവി പറയുന്നത്? അമ്മ കുട്ടികൾക്കിടയിൽ എന്താണ് ഒരു പാലമായിരുന്നു. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നത് അമ്മയായിരുന്നു. ഉസ് പ്യാർ കി ഛായാമേ ബച്ചെ ബോർക്കട്ടോക്ക് ആകെ ബഡ്തേ തേ. അതെന്താണ്? അമ്മയുടെ ഈ സ്നേഹത്തിലാണ് കുട്ടികൾ എല്ലാം പഠിച്ചതും അവർ വളർന്ന് വലുതായതും. പിതാക്കെ മർനെ കെ ബാദ് ബച്ചോങ്കോ ദേഖ് ഭാൽ മാം ഹി കർത്തി തി. എന്താണ്? പിതാവിൻ്റെ മരണശേഷം കുട്ടികളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം അമ്മ ഏറ്റെടുത്തു. ധീരെ ധീരെ മാം കാ ശരീർ തുബല ഹോ ഗയ. എന്താണ്? പതുക്കെ പതുക്കെ അമ്മയുടെ ശരീരം ദുർബലമാകാൻ തുടങ്ങി, ശോഷിക്കാൻ തുടങ്ങി. ഔർ ആവാസ് ബി ദുർബൽ ഹോ ഗയി. അവരുടെ സൗണ്ട് പോലെ എന്തായി? വളരെ ദുർബലമായി, വർത്തമാനം പറയാത്ത ഒരവസ്ഥയായി മാറി. ബച്ചോങ്കോ പാൽത്തെ പാൽത്തെ ബുഡ്ഢി ഹോ ജാനെ പർ മാം ബച്ചോങ്ക ബോജ് ബൻ ഗയി. എന്താണ്? ബച്ചോങ്കോ പാൽത്തെ പാൽത്തെ. ഈ കുട്ടികളെ സംരക്ഷിച്ച് ബുഡ്ഢി ഹോ ജാനെ പർ വൃദ്ധയായ അമ്മ എന്താണ്? ബച്ചോങ്കോ ബോജ് ബൻ ഗയി. കുട്ടികൾക്ക് ഒരു ഭാരമായി മാറി. വഹ് ദ്വായിത്ത് ബഡ്ത്തെ വക്ത് ബച്ചെ അപ്പിന ദ്വായിത്ത് ബദൽത്തെ രഹെ. എന്നാലും എന്താണ്? കുട്ടികൾ അവരുടെ ഉത്തരവാദിത്വം മറന്നില്ല. അമ്മയെ അവർ നല്ലപോലെ നോക്കാൻ തുടങ്ങി. മാം ഹമേശ മാം ഹി ഹോത്തി ഹെ. അവരെന്താണ് ചിന്തിച്ചത്? അമ്മ എല്ലായ്പ്പോഴും അമ്മ തന്നെയാണ്. അപ്പിനെ കോ ബച്ചോങ്ക ബോജ് സമജ് കർ മാം ബച്ചോങ്ക് കന്തോം സെ ഉദർ ഗയി. എന്നാൽ അമ്മയ്ക്ക് മനസ്സിലായ എന്താണ്? ഞാൻ കുട്ടികൾക്ക് ഒരു ഭാരമാണ് എന്ന കാര്യം. ഇതുകൊണ്ട് എന്താണ്? ബച്ചോങ്കെ കന്തോം സെ ഉദർ ഗയി. അമ്മ കുട്ടികളുടെ ചുമലിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അമ്മ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ വാങ്ങി. അമ്മ മരിച്ചുപോയി.
മാം മർ ഗയി, അമ്മ മരിച്ചുപോയി. മാം കി മൃത്യു കെ ബാദ് ബച്ചെ ബേസ്ഹാരെ ബൻ ഗയി, എന്താണ് അമ്മയുടെ മരണശേഷം കുട്ടികൾ തനിച്ചായി, അവർ ഒറ്റപ്പെട്ടു, അവർക്കുണ്ടായിരുന്ന ആശ്രയമില്ലാതായി. ഇതിലൂടെ കവി അർത്ഥമാക്കുന്ന എന്താണ്? സമകാലീന സമസ്യാവോങ്കോ കവിത കാ രൂപ് ദേക്കർ കവി ഹമാരെ സാമനെ പ്രസ്തുത കർത്തേ ഹെ. ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ, ഇന്നത്തെ സമൂഹം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് കവി ഈ കവിതയിലൂടെ വരച്ച് കാട്ടിത്തരികയാണ്. കവിത സജ്മുച്ച് ഹമാരെ മൻകോ ചൂന്നെ വാലി ഹെ, എന്താണ് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങി തിരിച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ ചൂഴ്ന്നെടുക്കുന്ന ഒരു കവിതയാണിത്. നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കി പഠിച്ചാൽ അതിൻ്റെ എന്തൊക്കെയാണ് കവി പറയുന്നത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. മാം ആക്രീം മാം ഹി തോ ഹേ, എന്താണ് അമ്മ അവസാനം വരെ നമ്മുടെ അമ്മ തന്നെയാണ്. ഇൻ പങ്ക്തിയോ കാർത്ത് കിത്തന മഹാൻ ഹേ, ഈ കവിതയുടെ അർത്ഥം എത്രമാത്രം മഹത്വമാണ്. ഇത്രയുമാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പരീക്ഷാ കേന്ദ്രീകൃത പ്രശ്ന അവർ ഉത്തരമുണ്ട്, അത് നമുക്ക് പരീക്ഷ അടുപ്പിച്ചിട്ട് അത് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് അടുത്ത വീഡിയോ പടുകഥയാണ്. പടുകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരക്കഥക്കാണ് നമ്മൾ പടുകഥ എന്ന് പറയുന്നത്. അതിൻ്റെ പേര് TV. എഴുതിയത് വരുൺ ഗ്രോവറാണ്. നമുക്ക് അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം.